കർണാടകയിലെ വിമത MLA-മാരുടെ ഒരവസ്ഥ നോക്കണേ. കാരണം സുപ്രീം കോടതി ഒരു വലിയ തിരിച്ചടി നൽകി. അതിനുശേഷം ഇപ്പോഴിതാ സ്പീക്കറുടെയും ഒരു തിരിച്ചടി അവർക്ക് നേരെ വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിമത MLA-മാർ വിശ്വാസ വോട്ടെടുപ്പിൽ സഭയിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് JDS സർക്കാരിൻ്റെ പതനം പരിപൂർണമാകും, യാതൊരു സംശയവുമില്ല. 208 അംഗ നിയമസഭയിൽ 105 എന്ന ഒരു ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച കർണാടക സമ്മാനിക്കും, സംശയം വേണ്ട. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ അനുനയ നീക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്പീക്കർ കടുത്ത നടപടിയിലേക്ക് കടന്നു പോകും. സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞതാണ്, രാജി വിഷയത്തിലും അയോഗ്യതാ വിഷയത്തിലും സ്പീക്കർക്ക് തീരുമാനിക്കാനുള്ള പരിപൂർണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്പീക്കർ അയോഗ്യതയ്ക്കുള്ള അല്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളിലേക്ക് കടന്നു പോകും. അങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ 6 മാസങ്ങൾക്ക് ശേഷം കടന്നു വരുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാൻ സാധിക്കുകയില്ല. അത് കഴിഞ്ഞ് 2023 വരുന്ന കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ വിമത MLA-മാർക്ക് മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇവർക്ക് മത്സരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഇവർ നേരിടേണ്ടി വരും. കാരണം അത് നേരിടണം എന്നുള്ളത് തന്നെയാണ് ബഹുഭൂരിപക്ഷം പാർട്ടി നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആഗ്രഹവും. അവർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഒരു സുപ്രധാന നിമിഷത്തിൽ BJP പണവും അധികാരവും മുന്നിലോട്ട് വെച്ചു കൊടുത്തപ്പോൾ പണാധിപത്യത്തിന് മുന്നിൽ ജനാധിപത്യത്തെ തലകീഴായി മറിച്ചവരാണ് ഈ വിമത MLA-മാർ. അതുകൊണ്ട് ഈ വിമത MLA-മാർക്ക് മുന്നിൽ ഒരു അവസാന നിമിഷത്തിൽ ഒരു കരുണ പോലും കാണിക്കാൻ ആരും തയ്യാറാവരുത് എന്ന് തന്നെയാണ് നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യുന്നുള്ളത്. കാരണം അത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിനെ ഈ വിമതർ തള്ളിവിട്ടിരുന്നു. കാരണം ആദ്യം ഇവരുടെ മുഖം പുറത്തറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ 6ാമത്തെ BJP-യുടെ ശ്രമത്തിനിടയിൽ ഇവരുടെ മുഖം പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ പൊതുജനങ്ങൾ ഇവരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ വീടുകളിലേക്ക് പൊതുജനങ്ങൾ മാർച്ച് നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു. ഇതൊക്കെ ചർച്ചയാക്കപ്പെട്ട വിഷയമാണെങ്കിൽ പോലും കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുട്ടൻ പണിയും അവരെ തേടിയെത്തും. അവസാന ശ്രമങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തോളം, നിലവിൽ 6 വർഷമാണ് അയോഗ്യരാക്കി കഴിഞ്ഞാൽ മത്സരിക്കാൻ സാധിക്കാത്തതെങ്കിൽ, എന്നാൽ ഇത് തിരഞ്ഞെടുപ്പുകളൊക്കെ ഈ വർഷങ്ങളിൽ, ഈ 6 വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പുകളൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ 10 വർഷത്തോളം ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഈ വിമത MLA-മാർ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ ജീവിതം സ്വാഹയായി മാറും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.